ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. നേരം വിളിക്കുന്നതിന് മുന്നേ ലിറ്റിൻ്റെ കൂടെ പാലക്കാട് എൻ്റെ കൂടെ വരുമോ, നമുക്ക് മലമ്പുഴ കവയൊക്കെ കാണാൻ പോയാലോ. പിന്നെ ആൾക്ക് കുറച്ച് പരിപാടിയുണ്ട്. കാര്യം എന്താ ചോദിച്ചാൽ ഡിഗ്രി പാസ്സായി 2 വർഷം കഴിഞ്ഞിട്ട് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല. അതിന് കുറച്ച് പേപ്പർ വർക്കുകൾ റെഡിയാക്കണം. അതാണ് കേട്ടോ മെയിൻ. ഡിസ്റ്റൻസ് ആയിട്ടാണ് പഠിച്ചത്, BA ഹിസ്റ്ററി. ഇത് നേരത്തെ വാങ്ങിക്കേണ്ടതെന്ന് ചോദിച്ചതിന് എന്നോട് പിണങ്ങി നടക്കണം കേട്ടോ. ഇപ്പോൾ അങ്ങനെ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റും ഗേഡ് കാർഡിനും കൂടെ 890 രൂപ ചലാൻ അടച്ച് ഫോമും ഫില്ല് ചെയ്തു. ഇനി ഫില്ല് ചെയ്ത ഫോമും ചലാൻ അടച്ച റെസിപ്റ്റും കൂടെ യൂണിവേഴ്സിറ്റിക്ക് അയച്ചു കൊടുക്കണം. അതിന് മുന്നേ ഓരോ ചായ കുടിക്കാൻ വിചാരിച്ചേ. എന്താ തിന്നു? അങ്ങനെ ചായ കൂടി കഴിഞ്ഞ് സ്പീഡ് പോസ്റ്റ് അയക്കാൻ ഒലവക്കോട് പോസ്റ്റ് ഓഫീസിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ നല്ല തിരക്കുണ്ട്. അങ്ങനെ 1 മണിയായി പോസ്റ്റ് ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇനി കവയിലോട്ട് പോകണം. നല്ല വിശപ്പുണ്ട് കേട്ടോ. പോകുന്ന വഴിക്ക് ഫുഡ് കഴിക്കാൻ വിചാരിച്ചു. ലച്ച് ഇപ്പോൾ ഹോട്ടലിൽ തപ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. 2 ഹാഫ് ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തു. അത്യാവശ്യം റൈസും ചിക്കൻ പീസും ഒക്കെ ഉണ്ടായിരുന്നു. നല്ല ഫുഡായിരുന്നു കേട്ടോ. 2 പേർക്കും കൂടെ 150 രൂപയായി. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി കവയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ പോകുന്ന വഴിക്ക് മലമ്പുഴ ഡാമിന്റെ ഷട്ടർ തുറന്നിരിക്കുന്നത് കണ്ടു. ബൈക്കിൽ ഈ വഴി ഇങ്ങനെ പോവാൻ നല്ല വൈബാണ് കേട്ടോ. ഇവിടുന്ന് കഞ്ചിക്കോട് റോഡിലൂടെയാണ് കവയിലേക്ക് പോകേണ്ടത്. അല്പം സഞ്ചരിച്ച കഞ്ചിക്കോട് റോഡിൽ നിന്നും ആനക്കൽ റോഡിലേക്ക് തിരിഞ്ഞു പോകണം. ഇവിടെ അങ്ങോട്ട് ഫോറസ്റ്റിന്റെ കീഴിലുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. വൻ മരങ്ങളും പാറക്കല്ലുകളും നിറഞ്ഞ കാട്ടിലൂടെയുള്ള റൈഡ് നൈസ് ആയിരുന്നു കേട്ടോ. നല്ല ചൂട് ചോളം കണ്ടപ്പോൾ നിർത്തിയതാണ് കേട്ടോ. ഇവിടെ 50 രൂപയാണ് ചോളത്തിന്റെ വില. 2 പീസാക്കി കട്ടാക്കി ചെറുത് എനിക്കും വലുത് ലച്ചുവിനും കൊടുത്തു. നല്ല കാറ്റും കൊണ്ട് ചോളം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോ മലമ്പുഴയിലെ ജലാശയത്തിന്റെ തുടക്കം കവയിൽ നിന്നുമാണ്. മനോഹരമായ പച്ചപ്പാണ് കേട്ടോ. ഇവിടെ 4 ഭാഗവും മഞ്ഞ് പുതച്ച മലനിരകളും ചുറ്റപ്പെട്ട ജലാശയം. ഒരുപാട് തമിഴ് മലയാള സിനിമകളൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറെ നേരം ലച്ചുവിനോട് സംസാരിച്ച് സമയം പോയതറിഞ്ഞില്ല. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. അപ്പൊ ഓക്കെ, ബൈ, വീണ്ടും കാണാം.